മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു സ്കൂൾ വിദ്യാർത്ഥി 13 വയസ്സുകാരനായ 8ാം ക്ലാസ് വിദ്യാർത്ഥി സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ചു എന്ന വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. തികച്ചും സ്കൂളിൻ്റെയും KSEBയുടെയും അനാസ്ഥ എന്ന് പറയേണ്ടി വരും ഈ സംഭവത്തിൽ. എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഥുനാണ് മരണപ്പെട്ടത്. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നാണ് മന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്. സംഭവത്തെ തുടർന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. വരുന്ന 2 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് ലഭിക്കും എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഇതിനോടകം പരാതികൾ ലഭിച്ചിട്ടും വേണ്ട നടപടി എടുക്കാതിരുന്നതാണ് ഇത്തരത്തിൽ ഒരു സംഭവത്തിലേക്ക് നയിച്ചതെന്നും തികച്ചും KSEBയുടെയും സ്കൂളിൻ്റെയും ഗുരുതര വീഴ്ച തന്നെയാണ് ഈ സംഭവത്തിന് പിന്നിൽ ഉണ്ടായതെന്നുമാണ് വിലയിരുത്തൽ. ഗുരുതര ആരോപണവുമായി ഇപ്പോൾ രക്ഷിതാക്കളും സ്കൂൾ കോമ്പൗണ്ടിൽ തടിച്ചുകൂടിയിരിക്കുകയാണ്. DEOയും മറ്റ് ഉദ്യോഗസ്ഥരുമെല്ലാം സ്കൂളിൽ എത്തിയിട്ടുണ്ട്. കൊല്ലം തേവലക്കരയിലെ ബോയ്സ് ഹൈസ്കൂളിലാണ് ഈ ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയും ഉടൻ കൊല്ലത്തേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. സുഹൃത്തിന്റെ ചെരുപ്പെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ മിഥുൻ കയറിയത്. ചെരുപ്പെടുത്ത തിരിച്ചിറങ്ങുന്ന സമയമാണ് വൈദ്യുത ലൈനിൽ നിന്നും ഷോക്കേറ്റതും അപകടമുണ്ടായതും മരണം സംഭവിച്ചതും. വൈദ്യുതി ലൈൻ അപകടകരമായ അവസ്ഥയിലാണെന്ന് നാട്ടുകാർ ഇതിനു മുൻപ് പരാതിപ്പെട്ടിരുന്നു. ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഉണ്ടായതെന്നും ഗുരുതരമായ വീഴ്ചയാണ് KSEBയുടെയും സ്കൂളിൻ്റെയും ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്നും വസ്തുതാപരമായ പരിശോധന ഇതിൽ ആവശ്യമാണെന്നുമാണ് NK പ്രേമചന്ദ്രൻ MP മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വലിയ പ്രതിഷേധം തന്നെ നടക്കുന്നത്. അപ്രതീക്ഷിതമായ സംഭവമാണ് നടന്നതെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി സംഭവത്തിൽ പ്രതികരണം അറിയിച്ചിരിക്കുന്നത്. കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പരിശോധിക്കുമെന്നും സ്കൂളിന്റെ അനാസ്ഥയിൽ അന്വേഷണം നടത്തുമെന്നുമാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. സ്കൂളിലെ പ്രധാന അധ്യാപകർക്കും മറ്റുള്ളവർക്കും എന്താണ് സ്കൂളിൽ ജോലി എന്നും വിദ്യാഭ്യാസ മന്ത്രി ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. ആ വൈദ്യുത ലൈനുകൾ സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ കൂടി കടത്തിവിടാൻ പാടില്ല എന്ന കാര്യം ലംഘിച്ചതാണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമായതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. സ്കൂൾ അധികൃതരുടെ അശ്രദ്ധയാണ് ഇത്തരത്തിലൊരു വലിയ ദുരന്തമുണ്ടാകാൻ കാരണമായതെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. തികച്ചും സ്കൂൾ അധികൃതരുടെ അനാസ്ഥ തന്നെയാണ് അപകടമുണ്ടാക്കിയത് എന്നാണ് മന്ത്രി പറഞ്ഞത്. സ്കൂൾ തുറക്കും മുൻപ് പല യോഗങ്ങൾ ചേർന്നുവെങ്കിലും നിരവധി കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും വേണ്ട നടപടി കൈക്കൊള്ളാത്തത് തന്നെയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടാകാൻ കാരണമായതെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള കെട്ടിടത്തിന് മുകളിലൂടെയാണ് ഇത്തരത്തിൽ ഒരു വൈദ്യുതി ലൈൻ കടന്നു പോകുന്നത്. തികഞ്ഞ അനാസ്ഥയാണ് എന്നത് തന്നെയാണ് ഉയർന്നു വരുന്ന ആരോപണം. വിദ്യാഭ്യാസ മന്ത്രി ഉടൻ അപകടം നടന്ന സ്കൂളിലെത്തും. അന്വേഷണത്തിന് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി കൈക്കൊള്ളുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. വിസ്മയ ന്യൂസ്, കൊല്ലം.